الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാൻ ഏതാനും ദിവസങ്ങൾക്കകം നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മിലേക്ക് എത്തുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം. വരുന്ന വ്യാഴാഴ്ച ഉറപ്പായും ഇൻഷാ അല്ലാഹ് നാം റമളാനിലായിരിക്കും എന്നുള്ളതാണ്. ബുധനാഴ്ചയാവാനുള്ള ചെറിയൊരു സാധ്യതയും ഉണ്ട്. ഏതായാലും ഇന്നത്തെ ഖുത്ബ എന്ന് പറയുന്നത് റമളാനെ സ്വാഗതം ചെയ്യുന്ന ഖുത്ബയാണ്. റമളാൻ നമ്മിലേക്ക് ക്ഷണിക്കാത്ത ഒരു അതിഥിയെപ്പോലെയാവരുത് വരുന്നത്. വേഴാമ്പൽ മഴയെ കാത്തിരിക്കുന്നത് പോലെ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതുപോലെ റമളാനെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക എന്നൊരു പ്രയോഗം, അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതുപോലെ റമളാനെ കാത്തിരിക്കാൻ, റമളാനെ പ്രതീക്ഷിച്ചിരിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീടും പരിസരവും കുടുംബവും അതിനെല്ലാം ഉപരിയായി നമ്മുടെ മനസ്സും റമളാനെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. മഹാന്മാരായ സ്വഹാബിമാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, യദ്ഊനല്ലാഹ സിത്തത്തൻ അയ്യുബല്ലിഗഹും റമളാൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിലെ 6 മാസം അവരുടെ പ്രാർത്ഥന പടച്ചതമ്പുരാനെ റമളാനിൽ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. വയദ്ഊന സിത്തത്തൻ അയ്യതഖബ്ബല മിൻഹും. അവശേഷിക്കുന്ന 6 മാസക്കാലത്ത് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നാഥാ റമളാനിൽ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ്. അപ്പൊ അവരുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും റമളാൻ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ റമളാനുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രാർത്ഥന റജബ് മാസം മുതലാണ് തുടങ്ങാറുള്ളത്. എന്നാൽ സ്വഹാബിമാരെ സംബന്ധിച്ച് പറയാൻ
അവരുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും റമളാൻ ഉണ്ടായിരുന്നു. വർഷം മുഴുവൻ അവർ നടത്തിയ പ്രാർത്ഥനകളിൽ റമളാൻ ഉണ്ടായിരുന്നു. 6 മാസം പ്രാർത്ഥന, പടച്ചോനെ റമളാനിൽ ജീവിക്കാനുള്ള അവസരം നൽകണമേ എന്ന. പിന്നീട് റമളാൻ അടക്കമുള്ള 6 മാസക്കാലത്ത് അവരുടെ പ്രാർത്ഥന, പടച്ചതമ്പുരാനെ റമളാനിൽ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നായിരുന്നു. അതാണ് റമളാനെ കാത്തിരിക്കുക. വിളിക്കാതെ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ റമളാൻ ഇങ്ങനെ പെട്ടെന്നൊരു വരവാവരുത്. പെട്ടെന്ന് മാസം കണ്ടു എന്നോ അതല്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തീകരിച്ച് ഇന്ന ദിവസം റമളാൻ 1 എന്ന് കേൾക്കുമ്പോഴോ ഉള്ള ഒരു റമളാൻ ബോധം ആവരുത് വിശ്വാസിയുടെ റമളാൻ ബോധം എന്ന് പറയുന്നത്. മാസപ്പിറവി ദൃശ്യമായ വിവരമോ റമളാനിലേക്ക് പ്രവേശിച്ച വിവരമോ ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക അല്ലാഹുമ്മ ഹിലാല റുഷ്ദിൻ വ ഖൈർ. പടച്ചതമ്പുരാനെ ഈ മാസത്തെ നിർഭയത്വമുള്ള, വിശ്വാസം തുളുമ്പുന്ന, സുരക്ഷിതത്വമുള്ള, സമാധാനം തുളുമ്പുന്ന മാസമാക്കി മാസത്തെ നീ മാറ്റണമേ എന്ന് വിശ്വാസി പ്രാർത്ഥിക്കണം. എല്ലാ മാസങ്ങളിലും മാസപ്പിറവി ദൃശ്യമാവുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. റമളാൻ ആവുമ്പോൾ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക അല്ലാഹുമ്മ ഹിലാല റുഷ്ദിൻ വ ഖൈർ. ആ മാസത്തെ ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ ആ മാസത്തെ നോക്കിക്കൊണ്ട് പറയണമെന്ന, ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറയണം, നിന്റെയും എന്റെയും രക്ഷിതാവ് അല്ലാഹുവാണ്, നന്മയുടെയും വിവേകത്തിന്റെയും മാസമേ എന്ന്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത്ര കൂടി പറയുമായിരുന്നു, മർഹബം ബിമുത്വഹിരിനാ മിനദ് ദുനൂബ്, പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന മാസമേ നിനക്ക് സ്വാഗതം. റമളാനെ സ്വാഗതം ചെയ്യുകയാണ്. ഭൂമിയിലുള്ളവർ മാത്രമല്ല, ആകാശത്തുള്ള വാനലോകത്തുള്ള അള്ളാഹുവിന്റെ മലക്കുകളും റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നുണ്ടത്രേ, യാ ബാഗിയൽ ഖൈറ അഖ്ബിൽ യാ ബാഗിയശ് ശർറ അഖ്സിർ. നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ, റമളാനാണ് വരുന്നത്, അതല്ലെങ്കിൽ റമളാനിലാണ് നീ ഉള്ളത്, അതുകൊണ്ട് നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കണേ. തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, നീ ജീവിതം നിയന്ത്രിക്കണേ, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണേ എന്ന് ആകാശത്തിൽ നിന്ന് വാനലോകത്തിൽ നിന്ന് 2 മലക്കുകൾ വിളിച്ചു പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. കാന യുബശ്ശിറു അസ്ഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ വരവിന് മുന്നോടിയായി ഷഅബാൻ അവസാനത്തിൽ തൻ്റെ അനുചരന്മാരെ സന്തോഷ വാർത്ത അറിയിക്കും. റമളാനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു പ്രസംഗം എപ്പോഴും ഉണ്ടാകും പ്രവാചകൻ്റെതായി ഷഅബാൻ അവസാനത്തിൽ. ആ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എല്ലാ വർഷവും ആ പ്രസംഗം നടത്തും. ആ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖദ് ജാഅക്കും ഷഹ്റു റമളാൻ, റമളാൻ മാസം നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ ഫറളല്ലാഹു അലൈക്കും സിയാമ, അള്ളാഹു നോമ്പെടുക്കൽ നിർബന്ധമാക്കിയിട്ടുള്ള അനുഗ്രഹീത മാസമായ റമളാൻ ഇതാ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്ന വിശ്വാസികളെ. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ഒരു രാവ് ആ മാസത്തിലുണ്ട്, ആ റമളാനിലുണ്ട്. അങ്ങനെ ഒരു രാവടങ്ങുന്ന മാസം ആ റമളാനിതാ നിങ്ങൾക്ക് സമാഗതമാവുന്നു, സമാഗതമായിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ. ഇനി റമളാനാണ്, റമളാനാവുമ്പോൾ പട്ടിണി കിടക്കേണ്ട മാസമാണല്ലോ പടച്ചോനെ എന്നുള്ള ചിന്തയല്ല, എന്നുള്ള വിചാരമല്ല വിശ്വാസിക്കുണ്ടാവേണ്ടത്. മറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അത്ര വലിയ ചൈതന്യമാണ് റമളാൻ വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. 2 ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വരികയും അവരെ പൂർണ്ണമായും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 2 ആളും പൂർണ്ണമായും ഇസ്ലാം സ്വീകരിച്ചു. അതിലൊരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേരത്തെ രക്തസാക്ഷിയായി പോയി.
രണ്ടാമത്തെ വ്യക്തി ഒരു വർഷം കഴിഞ്ഞാണ് വഫാത്തായത്. ഒരു വർഷം കഴിഞ്ഞാണ് രണ്ടാമത്തെ ആൾ മരണപ്പെട്ടത്. കട്ടിലിൽ കിടന്നായിരുന്നു ആ മനുഷ്യൻ്റെ മരണം, ആ സ്വഹാബിയുടെ മരണം. എന്നാൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് കട്ടിലിൽ കിടന്ന് മരിച്ച ആളാണ്. ആദ്യത്തെ ആൾ രക്തസാക്ഷിയായിട്ടൊക്കെ മരിച്ചു പോയതാണ്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റേ ആൾ മരിക്കുന്നത്. അയാൾ കട്ടിലിൽ കിടന്ന് സാധാ മരണമാണ് വരിച്ചിട്ടുള്ളത്. പക്ഷേ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്, ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കട്ടിലിൽ കിടന്ന് മരിച്ച ഈ മനുഷ്യനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം സ്വഹാബിമാരുടെ കൂടെ നിന്നുകൊണ്ട് മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു പങ്കുവെക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലൈസ ഖദ മകസ ഹാദാ ബഅദഹു സന, ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഈ സഹോദരൻ ഒരു കൊല്ലം കൂടി ജീവിച്ചില്ലേ? ഖാലൂ ബല, അതേ, രക്തസാക്ഷി മരിച്ചതിന് ശേഷം ഒരു കൊല്ലം കൂടി ഇയാൾ ജീവിച്ചു. വഅദ്റക റമളാന ഫസ്വാമ, ഒരു റമളാൻ കൂടി അയാൾക്ക് ലഭിച്ചില്ലേ? ആ റമളാനിലും അയാൾ നോമ്പെടുത്തില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതെ, ഒരു റമളാൻ കൂടി അയാൾക്ക് ലഭിച്ചു. ഒരു റമളാനിൽ കൂടി അയാൾ നോമ്പെടുത്തു. അതാണ് കാരണം. അതാണ് ആ നോമ്പിൻ്റെ ചൈതന്യമാണ്. ആ ഒരു വർഷത്തെ നോമ്പിൻ്റെ ചൈതന്യം അതാണ് സഹോദരങ്ങളെ. ഒരു രക്തസാക്ഷി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കൊല്ലം കൂടി നോമ്പെടുക്കാൻ അവസരം ലഭിച്ചയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. രക്തസാക്ഷി സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ പറയുന്നത് ആദ്യം ഒരു കൊല്ലം കൂടി റമളാൻ പ്രാപിച്ച വ്യക്തി, നോമ്പെടുത്ത വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം വില കുറച്ച് കാണിക്കാനല്ല ഈ സംഭവം പറഞ്ഞത്, മറിച്ച് റമളാന്റെ മഹത്വം വിശദീകരിക്കാനാണ് മഹാന്മാരായ മുഹദ്ദിസുകൾ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഈ സംഭവം ഉദ്ധരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് റമളാൻ വരുമ്പോൾ സന്തോഷാവേണ്ടത്. മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. റമളാൻ വരുമ്പോൾ ആരെങ്കിലും സന്തോഷിച്ചാൽ അല്ലാഹു തആല അയാളുടെ ശരീരം നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാ. പിന്നെ നരകം ആ മനുഷ്യൻ്റെ ശരീരം സ്പർശിക്കുകയില്ല. എന്താണ് അയാൾ ചെയ്തത്? റമളാൻ വരുമ്പോൾ വല്ലാത്ത സന്തോഷം. അതാ വേണ്ടത് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും. കാരണം റമളാനിലൂടെ വിശ്വാസി ആ ഒരു ചൈതന്യമാണ് നേടിയെടുക്കുന്നത്. നമുക്കറിയാം, മുൻഗാമികളായ സമൂഹങ്ങൾ അവരുടെ ആയുസ്സ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ ജീവിച്ചിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമയുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ അവരുടെ ആയുസ്സ് പറയുന്നുണ്ട്. 1000-ഓളം അടുക്കുന്ന ആയുസ്സായിരുന്നു അവരുടെ ആയുസ്. അത്രത്തോളം വയസ്സവർക്കുണ്ടായിരുന്നു. അത്ര കാലം അവർക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൻ്റെ ആയുസ്സിൻ്റെ ശരാശരി 70-ൻ്റെയും 80-ൻ്റെയും ഇടയിൽ, 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ. മാക്സിമം പോയി കഴിഞ്ഞാൽ 100-ൻ്റെ മീതെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അത് വലിയ കൗതുകവും ആശ്ചര്യവുമാണ് ആളുകൾക്ക്. 100 വയസ്സിനപ്പുറത്ത് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പത്രത്തിലൊക്കെ ഒരു വാർത്തയായിട്ടൊക്കെ വരാം. അതുപോലെയാണ് സഹോദരങ്ങളെ ഈ സമുദായത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ 60-നും 70-നും അതല്ലെങ്കിൽ 80, 90, 100 ഈ പ്രായത്തിനിടയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന സുഹൃതങ്ങൾ 1000 കൊല്ലം മുൻഗാമികൾ ചെയ്ത സുഹൃതങ്ങളുടെ മഹത്വമുള്ളതാവണം. അതിനുവേണ്ടിയാണ് റമളാൻ പോലുള്ള അവസരങ്ങൾ. സുഹൃതങ്ങൾക്ക് എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം അതാണ് റമളാൻ. ഇങ്ങനെയുള്ള മാസങ്ങൾ നമുക്ക് സമ്മാനിച്ചത് ഇതിനു വേണ്ടി കൂടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മുൻഗാമികളുടെ അത്ര ആയുസ് നമുക്കില്ല. അതുകൊണ്ട് ഹ്രസ്വമായ ആയുസ്സിനുള്ളിൽ, ദീർഘമായ ആയുസ്സിൽ അവർ ചെയ്തിരുന്ന കർമ്മങ്ങൾ, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള വലിയ അവസരം സജ്ജമാക്കിയിരിക്കുകയാണ് അല്ലാഹു റമളാനിലൂടെ ഈ സമുദായത്തിന് വിശേഷിച്ചും. സഹോദരങ്ങളെ, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി. ആരെങ്കിലും ആ റമളാനിൽ ഒരു ഐച്ഛികമായ കാര്യം, സുന്നത്തായൊരു കാര്യം ചെയ്താൽ, കാന കമൻ അദ്ദാ ഫരീദതൻ ഫീമാ സിവാ. റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു നിർബന്ധ കർമ്മം നിർവഹിച്ചവനെ പോലെയാണ്. ഐച്ഛികമായൊരു കർമ്മം റമളാനിൽ ചെയ്താൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു നിർബന്ധ കർമ്മം നിർവഹിച്ചവനെ പോലെയാണ്. വമൻ അദ്ദാ ഫീഹി ഫരീദതൻ കാന കമൻ അദ്ദാ 70 ഫരീദതൻ ഫീമാ സിവാ. ആരെങ്കിലും റമളാനിൽ
ഒരു നിർബന്ധ കർമ്മം നിർവഹിച്ചാൽ, ഐച്ഛിക കർമ്മം റമദാനിൽ നിർവഹിച്ചാൽ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നിർബന്ധ കർമ്മം നിർവഹിച്ചവനെ പോലെയുള്ള പ്രതിഫലമാണ് നേടിയെടുക്കുന്നത്. എന്നാൽ നിർബന്ധ കർമ്മം തന്നെ റമദാനിൽ നിർവഹിക്കുമ്പോൾ മറ്റുള്ള മാസങ്ങളിൽ 70 നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് തുല്യമായ പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, അതാണ് റമദാൻ എന്ന് പറയുന്നത്. ഒരു കർഷകൻ തൻ്റെ വിളകൾ ഏറ്റവും ലാഭം ലഭിക്കുന്ന കാലത്താണ്, ഏറ്റവും ലാഭം ലഭിക്കുന്ന കടയിലുമാണ് വിൽക്കുക. ലാഭം ലഭിക്കുന്ന കമ്പോളം നോക്കും അദ്ദേഹം, ലാഭം ലഭിക്കുന്ന കാലവും നോക്കും. അങ്ങനെയാണ് കർഷകൻ വിളകൾ വിൽക്കുന്നത് എന്നുള്ളതാണ്. ആ കാലത്ത് വിൽക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നഷ്ടബോധമായിരിക്കും അയാൾക്കുണ്ടാവുക. ഇപ്പൊ സ്വർണത്തിന് വലിയ വിലയാണ്. കാർഷിക വിളകൾ മാത്രമല്ല, സ്വർണം എടുത്ത് പരിശോധിച്ചാൽ മതി. സ്വർണത്തിന് ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൻ്റെ വിലയങ്ങ് വല്ലാണ്ടങ്ങ് ഇടിഞ്ഞു പോകുമ്പോൾ സ്വർണം കയ്യിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുന്നൊരു നഷ്ടബോധമുണ്ട്. അത്രയും വില ഉണ്ടായിരുന്ന കാലത്ത് എനിക്ക് വിൽക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം. കർഷകനും അങ്ങനെയുള്ള നഷ്ടബോധം ഉണ്ടാവും. അയാളുടെ വിളകൾ നല്ല വില ലഭിക്കുന്ന കാലത്ത് വിൽക്കാൻ സാധിക്കാതെ പോകുമ്പോൾ വല്ലാത്ത നഷ്ടബോധം അയാൾ അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടബോധം ഉണ്ടാവാൻ പാടില്ല. നഷ്ടബോധം ഇല്ലാതിരിക്കണമെങ്കിൽ കർമ്മങ്ങൾക്ക് ഇരട്ടി മഹത്വവും പ്രതിഫലവും ഉണ്ടെന്ന് വാഗ്ദാനം ലഭിച്ചിട്ടുള്ള റമദാനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. റമദാനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ വിളകൾ ലാഭം ലഭിക്കുന്ന കാലത്ത് വിൽക്കാൻ സാധിക്കാത്ത ഒരു കർഷകനെ പോലെയുള്ള വലിയ നഷ്ടബോധമായിരിക്കും അയാൾക്ക് അനുഭവപ്പെടുക. ഈ നഷ്ടബോധമൊക്കെ പരലോകത്ത് ചെല്ലുമ്പോഴാണ് ഇതിനൊക്കെ എത്രയും പ്രതിഫലം ഉണ്ടായിരുന്നോ എന്ന് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ദീർഘമായിട്ട് ആയുസ് ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് കർമ്മങ്ങൾ വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ഒരാൾക്ക് നല്ല ദീർഘായുസ് ലഭിച്ചു, പക്ഷേ അതോടൊപ്പം തന്നെ അയാളുടെ കർമ്മങ്ങളും നന്നാക്കി. ഇദ്ദേഹമാണ് നല്ല മനുഷ്യൻ, ഇദ്ദേഹമാണ് സൗഭാഗ്യവാനായ മനുഷ്യൻ. ദീർഘായുസ്സും ലഭിച്ചു, ആ ദീർഘായുസ്സിൽ അയാൾ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദിച്ചു, പ്രവാചകരെ, അയ്യുന്നാസി ശർ, ആരാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ? മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. ഒരു മനുഷ്യന് ദീർഘായുസ് ലഭിച്ചു, പക്ഷേ ദീർഘായുസ് ലഭിച്ചിട്ട് എന്ത് കാര്യം? കർമ്മങ്ങളൊക്കെ ദീർഘായുസ് ലഭിച്ചു, കർമ്മങ്ങൾ മോശമായി. അയാളാണ് മോശപ്പെട്ട മനുഷ്യൻ. നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ദീർഘായുസ് ലഭിച്ചതോടൊപ്പം കർമ്മങ്ങൾ കൂടി നന്നാക്കാൻ അയാൾക്ക് സാധിക്കുമ്പോഴാണ് നല്ല മനുഷ്യനാവുക. സഹോദരങ്ങളെ, അതുകൊണ്ട് റമദാനെ നന്നായി പ്രയോജനപ്പെടുത്തണം. റമദാനുമായി ബന്ധപ്പെട്ട പ്രവാചക വചനങ്ങളാണെങ്കിലും വിശുദ്ധ ഖുർആൻ വചനങ്ങളാണെങ്കിലും നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ആളുകൾക്കൊക്കെ അതിൽ ചില വചനങ്ങളെങ്കിലും മനഃപ്പാഠമായിരിക്കും. പക്ഷെ എത്രത്തോളം ആ ഗൗരവത്തിൽ നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. 4 പ്രത്യേകതകൾ റമദാനുണ്ട് എന്നുള്ളതാണ്. ആ 4 പ്രത്യേകതകളെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പ്രത്യേകത കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചതാണ്. അതായത് ഖുർആൻ അവതീർണമായിട്ടുള്ള മാസം. ഖുർആൻ മാത്രമല്ല, സകല വേദഗ്രന്ഥങ്ങളും, മിക്ക വേദഗ്രന്ഥങ്ങളും അവതീർണമായ മാസം റമദാനാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സന്മാർഗമായി സത്യാസത്യ വിവേചന ഗ്രന്ഥമായി ഖുർആൻ അവതീർണമായ മാസമാണ്. ഖുർആൻ മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ ധാരാളം വേദഗ്രന്ഥങ്ങൾ അവതീർണമായ മാസമാണ്. അബൂ ഫസീല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, ഉൻസിലത് സുഹ്ഫു ഇബ്രാഹിമ അവ്വല ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ. റമദാൻ മാസത്തിൽ ആദ്യത്തെ രാവിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമെ കേടുകൾ ലഭിച്ചത്. വ ഉൻസിലത്തി തൗറാത്തു ലിസിത്തിൻ മലത്ത് മിൻ റമദാൻ. റമദാനിലെ 7ാമത്തെ രാവ് കഴിഞ്ഞാണ് മൂസ അലൈഹിസ്സലാമയ്ക്ക് തൗറാത്ത് ലഭിച്ചത്. വ ഉൻസിലൽ ഇൻജീലു ബിസലാത്തി അശ്റത മലത്ത് മിൻ റമദാൻ. റമദാൻ 13ാമത്തെ രാവ് കഴിഞ്ഞാണ്
ഈസ അലൈഹിസ്സലാമക്ക് ഇൻജീൽ ലഭിച്ചത് വ ഉൻസില സബൂറു ലിസമാനിഅശറത ഖലത് മിൻ റമദാൻ. ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് സബൂർ സമ്മാനിച്ചത് റമളാൻ 18ാമത്തെ രാവ് കഴിഞ്ഞാണ്. വ ഉൻസിലൽ ഖുർആനു ലി 24 ഖലത് മിൻ റമളാൻ. റമളാനിലെ 24 രാവുകൾ കഴിഞ്ഞാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. അപ്പൊ ഖുർആൻ മാത്രമല്ല, മിക്ക വേദഗ്രന്ഥങ്ങളുടെയും അവതരണത്തിന് പ്രാരംഭം കുറിച്ചിട്ടുള്ളത് റമളാനിലായിരുന്നു എന്ന് നമുക്ക് നിവേദനങ്ങളിൽ, സ്വഹീഹായ നിവേദനങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ അവതരണ മാസമാണ് റമളാൻ. ഇതാണ് റമളാന്റെ ഒന്നാമത്തെ പ്രത്യേകത. റമളാന്റെ രണ്ടാമത്തെ പ്രത്യേകത, നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് റമളാൻ എന്നുള്ളതാണ്. ബദർ യുദ്ധം നടന്ന, ബദർ വിജയം നടന്ന മാസം, യൗമൽ ഫുർഖാൻ, യൗമൽ തഖൽ ജംആൻ. ബദർ യുദ്ധം നടന്ന മാസം മാത്രമല്ല റമളാൻ, ഉഹദ് യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കിയ മാസമാണ്, ഖന്തഖ് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയ മാസമാണ്, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കം നടന്ന മാസമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹം കിടന്നുറങ്ങി തള്ളി നീക്കിയ മാസമല്ല റമളാൻ. മറിച്ച് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പ് നൽകിയ, ശേഷി നൽകിയ ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് റമളാൻ. അതാണ് റമളാന്റെ ചരിത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, റമളാന്റെ മൂന്നാമത്തെ പ്രത്യേകത, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. ചില്ലറയല്ലത്. സ്വർഗ കവാടങ്ങൾ പൂർണ്ണമായും തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ പൂർണ്ണമായും അടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. വലില്ലാഹി ഉഅ്തഖാഉ മിനൻ നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ ഹത്താ യൻഖദി റമളാൻ. അല്ലാഹു റമളാനിലെ ഓരോ രാവുകളിലും ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സംഘങ്ങളെയായി അല്ലാഹു റമളാനിലെ ഓരോ രാവുകളിലും ആളുകളെ ഇങ്ങനെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹത്താ യൻഖദി റമളാൻ. റമളാൻ അവസാനിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇദാ ജാഅ റമളാനു ഫുത്തിഹത് അബ്വാബുൽ ജന്നതി വഗുല്ലിഖത് അബ്വാബുൻ നാരി വസുഫിദത്തിശ് ശയാത്തീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റമളാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്, നരക കവാടങ്ങൾ അടക്കപ്പെടുകയാണ്, പിശാചുക്കൾക്ക് ചെങ്ങല വീഴുകയാണ് റമളാനിൽ. അതാണ് റമളാൻ സഹോദരങ്ങളെ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന മാസം. ഒന്നാമത്തേത് വേദഗ്രന്ഥങ്ങൾ അവതീർണമായിട്ടുള്ള മാസം എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇസ്ലാമിൻ്റെ ചരിത്രമുറങ്ങുന്ന മാസം എന്നുള്ളതാണ്. മൂന്നാമത്തേത് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന മാസം എന്നുള്ളതാണ്. 4 പാപമോചനത്തിൻ്റെ മാസമാണ്. പാപമോചനത്തിന്റെ മാസമാണ് വരാനിരിക്കുന്ന റമളാൻ. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുത്താൽ സംഭവിച്ചു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി രാത്രി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സംഭവിച്ച പാപങ്ങൾ മുഴുവനും അയാൾക്ക് പുറത്തു കൊടുക്കുകയാണ്. സംഭവിച്ച പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു ഒരു മാസത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. ആ മാസത്തെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. റമളാന്റെ മൂന്നാമത്തെ പ്രത്യേകത, റമളാന്റെ 4ാമത്തെ പ്രത്യേകത അതാണ്, പാപമോചനത്തിൻ്റെ മാസം. 1 വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയ മാസം, 2 ഇസ്ലാമിക ചരിത്രമുറങ്ങുന്ന മാസം, 3 നരകമോചനത്തിൻ്റെ മാസം, 4 പാപമോചനത്തിൻ്റെ മാസം. സഹോദരങ്ങളെ, ഈ നരകമോചനവും പാപമോചനവും നമുക്ക് നേടിയെടുക്കണ്ടേ? ഈ നരകമോചനവും പാപമോചനവും നേടിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ലല്ലോ. ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ നേടിയിട്ട് എന്ത് കാര്യം? നമുക്ക് പാപമോചനവും നരകമോചനവും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? അതിനെന്ത് ചെയ്യണം? റമളാനെ പ്രയോജനപ്പെടുത്തണം, ചൈതന്യവത്തായ നോമ്പനുഷ്ഠിക്കണം,
അതാണ് അല്ലാഹു പറഞ്ഞത്. അതാണ് തുടക്കത്തിൽ സൂറ അൽ ബഖറയിൽ നിന്ന് ഞാൻ ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ തഖ്വയുള്ളവരാവുന്നതിന് വേണ്ടിയാണ്. ആ തഖ്വയുണ്ടാക്കിയെടുക്കുകയാണ്, നമ്മിൽ തഖ്വയുണ്ടാക്കിയെടുക്കുകയാണ് നോമ്പ്. പാപമോചനവും നരകമോചനവും സമ്മാനിക്കുകയാണ് നോമ്പ്. നോമ്പിനെ പോലെ പവിത്രമായ മറ്റാരാധനയില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സുപ്രധാന ആരാധന നമസ്കാരമല്ലേ ഷഹാദത്ത് കഴിഞ്ഞാൽ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായുമാണ്. പക്ഷേ നോമ്പിൻ്റെ പ്രത്യേകത കൊണ്ട് പ്രസക്തമാവുന്നത് നോമ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഒരു സ്വഹാബി, പ്രവാചകരെ മുർനി ബി അംരി യൻഫഉനി, എനിക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒരു കർമ്മം എന്നോട് കൽപ്പിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സിയാമി ഫഇന്നഹു ലാ മിസ്ല ലഹ്, നീ നോമ്പെടുക്ക മനുഷ്യ, നോമ്പിന് തുല്യമായ ഒരു കർമ്മവുമില്ല എന്നുള്ളതാണ്. നോമ്പിന് തത്തുല്യമായ ഒരു കർമ്മവും ലോകത്തില്ല. അതുകൊണ്ട് നോമ്പെടുക്ക മനുഷ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറയാണ്, സഹോദരങ്ങളെ, അതാണ് നോമ്പെന്ന് പറയുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. ഒരു നോമ്പ് ഒരടിമ എടുത്തു കഴിഞ്ഞാൽ, ഒരടിമ ഒരു നോമ്പെടുക്കുന്നതിലൂടെ ആ അടിമ നരകത്തിൽ നിന്ന് 70 വർഷങ്ങൾ അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു നോമ്പിലൂടെ, ചൈതന്യവത്താവണം നോമ്പ്, ചൈതന്യവത്തായ ഒരു നോമ്പിലൂടെ 70 വർഷങ്ങൾ നരകത്തിൽ നിന്ന് അടിമ അകന്നു പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. നോമ്പുകാരനെ മാടി വിളിക്കുകയാണ്, സ്വർഗം മാടി വിളിക്കുകയാണ്. റയ്യാൻ കവാടം നോമ്പുകാരനെ മാടി വിളിക്കുകയാണ്. നരകത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മാത്രമല്ല, നോമ്പ് ചൈതന്യവത്തായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ റയ്യാൻ കവാടം മാടി വിളിക്കുമെന്നാണ് പറയുന്നത്. ഇന്നഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗത്തിൽ റയ്യാൻ എന്ന പേരുള്ള ഒരു കവാടമുണ്ട്. യുദ്ആ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ റയ്യാൻ കവാടത്തിൽ നിന്ന് വെളിയാടമുണ്ടാവും. യുഖാൽ ഐന സ്വാഇമൂൻ, നോമ്പുകാരെവിടെ, വെരിൻ വെരിൻ, നോമ്പുകാരെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പുകാരെ മാടി വിളിക്കും. ഫമൻ കാന മിന സ്വാഇമീന ദഖലഹു വമൻ ദഖലഹു ലം യളമ അബദാ. നോമ്പുകാരിൽ ഉൾപ്പെട്ടാൽ, നോമ്പുകാരിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നോമ്പുകാരാണ്. രോഗികളായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കേ നോമ്പില്ലാത്തവരുണ്ടാവൂ. പക്ഷേ ചൈതന്യവത്തായ നോമ്പാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ റയ്യാൻ കവാടത്തിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ റയ്യാനിലൂടെ കടന്നു പോവുകയാണ്. ആ റയ്യാനിലൂടെ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ ലം യളമ അബദാ, ഒരു കാലത്തും പിന്നീട് ദാഹിക്കുകയില്ല. പിന്നീട് ആ മനുഷ്യന് ദാഹം ജീവിതത്തിൽ ഉണ്ടാവുകയേയില്ല. ഏത് ഘട്ടത്തിലാണ് ഈ വിളി എന്നറിയോ? മനുഷ്യന് അള്ളാഹുവിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴലില്ലാതെ, മറ്റൊരു നിഴലുമില്ലാതെ മനുഷ്യന് കഷ്ടപ്പെടുമ്പോൾ, അവനെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്ന സന്ദർഭത്തിലാണ് റയ്യാൻ കവാടത്തിൽ നിന്നൊരു വിളി, ഐന സ്വാഇമൂൻ, എവിടെയാണ് നോമ്പുകാർ എന്നുള്ള വിളി ഉണ്ടാവുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് നോമ്പ്, റമദാൻ അള്ളാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനിയും ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദം യുളാഅഫുൽ ഹസനതു അശ്റു അംസാലിക ഇലാ 700 ളഅഫിൻ. മനുഷ്യൻ്റെ ഓരോ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് നൽകാൻ പോകുന്നത്. ഓരോ കർമ്മങ്ങൾക്കും അല്ലാഹു 10 മുതൽ 700 വരെ ഇരട്ടി പ്രതിഫലമാണ് നൽകാൻ പോകുന്നത്. റമളാനിലെ സുഹൃതങ്ങൾക്ക് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം അത്രത്തോളമുണ്ട്. മനുഷ്യൻ്റെ ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹു ഇത്രത്തോളം ഉദാരനാണ്. പക്ഷേ പറയാണ്, ഓരോ കർമ്മങ്ങൾക്കും 10 മുതൽ 700 ഇരട്ടി പ്രതിഫലവും മഹത്വവുമാണ് നൽകാൻ പോകുന്നതെങ്കിൽ ഖാലല്ലാഹു അസ്സ വജൽ, ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇല്ല സൗമ, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വ അന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രത്യേകം പ്രതിഫലമാണുള്ളത്. അത് 10ലും 700ലും ഒന്നും ഒതുങ്ങില്ല, അതിന് പ്രത്യേക പ്രതിഫലമാണുള്ളത്. കാരണം നോമ്പ് സവിശേഷമാണ്. സിർറുൻ ബൈനൽ അബ്ദി വ റബ്ബി,
അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പ്. എനിക്ക് നോമ്പുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് അള്ളാഹു തആലാക്കും അതോടൊപ്പം എനിക്കുമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ അവരാരും അറിയാതെ നോമ്പ് പറയുന്ന കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് നോമ്പില്ല. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല? ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, വെള്ളത്തിന് ദാഹമില്ലാത്തത് കൊണ്ടല്ല. ആര് കാണുന്നില്ലെങ്കിലും ജഗന്നിയന്താവായ പടച്ചതമ്പുരാൻ കാണുന്നു. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയാന്തരാളങ്ങളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അല്ലാഹു കാണുന്നുണ്ട്. വമാ തുസ്ഖിതു മിൻ വറകത്തിൻ ഇല്ലാ ഹുവ യഅലമുഹാ. ഭൂമിയിൽ ഒരില പോലും കൊഴിയുന്നില്ല അല്ലാഹു അറിയാതെ. അല്ലാഹുവിന്റെ കാഴ്ചയിൽ നിന്നും അല്ലാഹുവിന്റെ അറിവിൽ നിന്നും ഒന്നും എനിക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. എൻ്റെ ഭാര്യ അറിയാതെ, എൻ്റെ മക്കളറിയാതെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ എനിക്ക് അവസരമുണ്ടാവും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, നിങ്ങളത് ചെയ്യുന്നില്ല, നമ്മളത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ആരറിയുന്നില്ലെങ്കിലും ആര് കാണുന്നില്ലെങ്കിലും പടച്ചതമ്പുരാൻ കാണുന്നു എന്നുള്ള ബോധം നമുക്കുണ്ട്. അതാണ് റമളാൻ നമ്മിൽ ഉണ്ടാക്കുന്ന തഖ്വ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതാണ് റമളാൻ നമ്മിൽ ഉണ്ടാക്കുന്ന തഖ്വ. അതുകൊണ്ട് റമളാന്റെ ഒന്നാമത്തെ ലക്ഷ്യം തഖ്വയാണ്. അതാണ് ലഅല്ലക്കും തത്തഖൂൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വയുണ്ടാവുന്നതിന് വേണ്ടി ആ തഖ്വയാണ് ഉണ്ടാവേണ്ടത്. ആ തഖ്വയാണ് റമളാനിലൂടെ നമ്മൾ നേടേണ്ടത്. റമളാൻ മാസത്തേക്കുള്ള തഖ്വയല്ലാതെ, നോമ്പ് കാലത്തേക്കുള്ള തഖ്വയല്ലാതെ 12 മാസത്തേക്കുമുള്ള തഖ്വയാണത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. റമളാനിലൂടെ രണ്ടാമതായിട്ട് നമ്മൾ നേടേണ്ടത്, അതല്ലെങ്കിൽ മനുഷ്യർ നേടുന്നത്, വിശപ്പിൻ്റെ കാഠിന്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. റമളാന്റെ സാമൂഹികമായ മേന്മയാണത്, സാമൂഹികമായ നേട്ടമാണ് വിശപ്പിന്റെ കാഠിന്യം തിരിച്ചറിയുക എന്നുള്ളത്. ലിയദൂഖൽ ഖനിയ്യു തുഅമൽ ജൂഇ ഹത്താ ലാ യൻസൽ ഫഖീർ. ധനവാന്മാരെ വിശപ്പിന്റെ രുചി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ദരിദ്രരെ അവർ വിസ്മരിച്ചു പോവാൻ പാടില്ല, ദരിദ്രരെ അവർ മറന്നു പോവാൻ പാടില്ല. ധനികർ ദരിദ്രരെ മറന്നു പോവാതിരിക്കാൻ, ജീവിതത്തിൽ ഒരു കാലത്തും മറന്നു പോവാതിരിക്കാൻ വേണ്ടി വിശപ്പിന്റെ കാഠിന്യം സമൂഹത്തെ പഠിപ്പിക്കുന്ന മാസമാണ് റമളാൻ. അതാണ് റമളാന്റെ രണ്ടാമത്തെ പ്രത്യേകത. റമളാന്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇത് ക്ഷമയുടെ മാസമാണ്. വരാൻ പോകുന്ന റമളാൻ അത് ക്ഷമയുടെ മാസമാണ്. വഹുവ ശഹ്റുസ് സബ്ർ, അത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. സഹോദരങ്ങളെ, മൂന്ന് നേട്ടങ്ങൾ മാത്രമല്ല, ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളും റമളാനുണ്ട്. മുൻഗാമികൾ പറയാറുണ്ട്, സൂമൂ തസിഹു, നിങ്ങൾ നോമ്പെടുക്കണേ, നോമ്പിലൂടെ ആരോഗ്യം നേടണേ. ലണ്ടനിൽ നടന്ന ഒരു പരീക്ഷണം ഇപ്രകാരമാണ്. ഒരു കൂട്ടം വെള്ള എലികൾക്ക് വയറ് നിറയെ ഭക്ഷണം നൽകി, വേറൊരു കൂട്ടം എലികൾക്ക് ഭക്ഷണം നിയന്ത്രിതമായ രീതിയിലും നൽകി. എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം നൽകി. പക്ഷേ വയറ് നിറയെ എല്ലാ നേരവും ഭക്ഷണം കഴിച്ച എലികൾ, അവർക്ക് കുറഞ്ഞ ആയുസ്സേ ഉണ്ടായുള്ളൂ. കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ച എലികളാണ് കൂടുതൽ ആയുസ് ജീവിച്ചത്. മനുഷ്യന്റെ ആയുസ്സും മനുഷ്യന്റെ ആരോഗ്യവും നോമ്പിലൂടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് മുതൽ തന്നെ പല വൈദ്യശാസ്ത്രജ്ഞന്മാരും ഉപവാസത്തെ ആരോഗ്യത്തിൻ്റെ ക്രമീകരണത്തിന് ഒരു വഴിയായി പറഞ്ഞു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പണ്ട് മുതലേ ഉണ്ട്. ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ ഉപവസിക്കുക എന്നുള്ള വൈദ്യശാസ്ത്ര ലോകത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് BC 5-ാം നൂറ്റാണ്ടിലെ വൈദ്യശാസ്ത്രജ്ഞനായിരുന്ന ഹിപ്പോക്രാറ്റ്സ് അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന രോഗികളോട് നോമ്പെടുക്കാൻ പറയുമായിരുന്നു. പൊണ്ണത്തടി കുറയ്ക്കാൻ, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പല ഡോക്ടർമാരും ഇന്നും ഉപവസിക്കാൻ പറയുന്നുണ്ട്, ഭക്ഷണം നിയന്ത്രിക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യം നേടുക എന്നുള്ളതും നോമ്പിൻ്റെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഭൗതികമായ നേട്ടത്തെക്കാൾ എല്ലാം ഉപരിയായി നോമ്പിലൂടെ നേടേണ്ടുന്ന ഏറ്റവും വലിയ ലക്ഷ്യം തഖ്വ തന്നെയാണ്. ആ തഖ്വ നോമ്പിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ നോമ്പ് പൂർണ്ണമായും ചൈതന്യവത്താക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്വിയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്. വഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സ്വായിമുൻ. നോമ്പ് കാലത്ത് ആത്മനിയന്ത്രണം പാലിക്കണേ. നിങ്ങൾ ഒരാളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണെങ്കിൽ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആത്മസംയമനം കൈകൊള്ളണേ. എനിക്ക് നോമ്പാ മനുഷ്യ,
എന്ന് പറഞ്ഞുകൊണ്ട് ആത്മസംയമനം കൈകൊള്ളണേ. അത് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പറഞ്ഞു, നീ നോമ്പുകാരനായാൽ നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ നാവും നോമ്പുകാരാവണം. അനിൽ കദിബി വൽ മആഹിം, കളവിൽ നിന്ന് വിട്ടു നിൽക്കണം, കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതൊക്കെ നോമ്പിന്റെ ഭാഗമാണ്. ഫല്യദ അദൽ ഖാദിം, പരിചാരകനെ വേലക്കാരനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ ഉപദ്രവിക്കാന്നല്ല, റമദാനിൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ്. നിന്റെ നോമ്പ് കാലവും നോമ്പില്ലാത്ത കാലവും ഒരുപോലെയാവാൻ പാടില്ല. ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ്. ആത്മനിയന്ത്രണം. എല്ലാ അവയവങ്ങൾക്കും നോമ്പാണെന്നുള്ള ചിന്ത. കണ്ണിനും നോമ്പാണ്, കാതിനും നോമ്പാണ്, നാവിനും നോമ്പാണ്. നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാതെ, കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാതെ, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതെ, കാലുകൊണ്ട് നടക്കാൻ പാടില്ലാത്തയിടത്തേക്ക് നടന്നു പോവാതെ, കൈകൊണ്ട് പിടിക്കാൻ പാടില്ലാത്തത് പിടിക്കാതെ, അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ്. അതാണ് നോമ്പിന്റെ സവിശേഷത എന്ന് പറയുന്നത്. നോമ്പ് മാത്രമല്ല, കൂടുതൽ ഉദാരവാന്മാരാവുക, അതും റമദാനിൽ അങ്ങനെയാവണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, റസൂലുള്ള ജനങ്ങളിൽ ഏറ്റവും അധികം ഉദാരനായിരുന്നു. വകാന അജ്വദു മാ യകൂനു ഫീ റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഉദാരനായിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമയുമായിട്ട് സംഗമിച്ചിരുന്ന റമദാനിലായിരുന്നു. റസൂലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ദാനം നൽകിയിരുന്നത്, ധർമ്മം നൽകിയിരുന്നത് ജിബ്രീലുമായി സംഗമിച്ചിരുന്ന റമദാനിലായിരുന്നു. ആ റസൂലുള്ള ഈ ജനങ്ങളിൽ ഏറ്റവും അധികം ധർമ്മിഷ്ഠനായിരുന്നു. ആ ധർമ്മിഷ്ഠനായ പ്രവാചകൻ ഏറ്റവും അധികം ധർമ്മിഷ്ഠനായിരുന്നത് റമദാനിലായിരുന്നു. ജിബ്രീലുമായി സംഗമിച്ചിരുന്ന റമദാനിൽ ഹീന യൽഖാഹു ജിബ്രീൽ ഫയുദാരിസുൽ ഖുർആൻ, ജിബ്രീലുമായി സംഗമിക്കുമ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് റമദാന്റെ രാവുകളിൽ നടക്കുന്ന സഹോദരങ്ങളെ. ആ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ പഠന പാരായണങ്ങളിൽ ധാരാളമായിട്ട് മുഴുകാനും ദാനധർമ്മങ്ങളിൽ ധന്യമായ ജീവിതം നയിക്കാനും റമദാനെ വളരെ കൃത്യമായി നമ്മളെ പ്രയോജനപ്പെടുത്തണം. അതാണ് റമദാനെ ചൈതന്യവത്താക്കുക എന്ന് പറഞ്ഞാൽ. അതൊന്നുമില്ലാതെ എല്ലാവർക്കും നോമ്പാണ്, ഓഫീസിൽ എല്ലാവർക്കും നോമ്പാണ്, വീട്ടിൽ കുടുംബത്തിൽ എല്ലാവർക്കും നോമ്പാണ്, അതുകൊണ്ട് കൂട്ടത്തിൽ കൂടുക എന്നുള്ള നിലപാടാവരുത് നമ്മുടെ നിലപാട്. മറിച്ച് ചൈതന്യവത്താക്കാനുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള കിണഞ്ഞ പരിശ്രമം ഉണ്ടാവുക. അങ്ങനെയുള്ള ശ്രമം ഉണ്ടാവുന്നില്ല എങ്കിൽ ചൈതന്യമില്ലാത്ത നോമ്പ് കൊണ്ട് കാര്യമില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട്. കമ്മിൻ സിയാമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് വിശപ്പ് മാത്രമേ ലഭിച്ചുള്ളൂ. വകം മിൻ ഖിയാമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, ഒരുപാട് ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ കൂടി നിസ്കരിക്കുകയാണ്, നിസ്കാരത്തിന്റെ ചൈതന്യം ഖുശൂ അവർക്ക് ലഭിക്കുന്നില്ല, നോമ്പിന്റെ തഖ്വയാർജിക്കാൻ അവർക്ക് കഴിയുന്നില്ല, അവർ വെറുതെ ഉറക്കമഴിക്കുക മാത്രമാണ് അവരുടെ നിസ്കാരത്തിലൂടെ അവർ ചെയ്യുന്നത്. അതുപോലെ വിശപ്പ് മാത്രമാണ് നോമ്പിലൂടെ അവർ നേടിയെടുക്കുന്നത്. ചൈതന്യം വേണം എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മല്ലം യദ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അയ്യദ തആമഹു വശറാബഹു, ഒരാൾ വ്യാജമായ വാക്കും പ്രവർത്തനങ്ങളും ഒന്നും റമദാനിൽ ഒഴിവാക്കുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കണം എന്ന് അല്ലാഹുവിന് ഒരു നിർബന്ധമില്ല. വ്യാജമായ വാക്കും പ്രവർത്തനങ്ങളും ഒഴിവാക്കാൻ സാധിക്കണം. ചൈതന്യവത്താവണം നമ്മുടെ നോമ്പ് സഹോദരങ്ങളെ. ആത്മീയത ഏറ്റവും അധികം ആവശ്യമുള്ള കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. നവലൈംഗിക ഉദാരവാദങ്ങളുടെ കാലം. നമുക്കറിയാം, ലൈംഗിക അരാജകത്വങ്ങൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന കാലമാണ്. നാളെ പ്രണയദിനമാണ്. പ്രണയങ്ങൾക്ക് മാത്രമല്ല, ശാരീരിക ബന്ധങ്ങൾക്ക് പോലും ഒരു നിയന്ത്രണവും വേണ്ടതില്ലെന്ന് ആധുനിക സമൂഹം തീരുമാനിച്ചിട്ടുള്ള പുതിയ കാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന പഴയ പാട്ട് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിച്ചുകൊണ്ട് ലൈംഗികമായ അരാജകത്വം നമ്മുടെ ക്യാമ്പസുകളിലും യുവസമൂഹത്തിനുമിടയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലം. അതാണ് ഒരു വശത്ത് നമ്മൾ കാണുന്നത്. മറുവശത്ത് എപ്സ്റ്റീൻ ഫയലുകൾ പ്രത്യക്ഷപ്പെട്ട കാലമാണ് സഹോദരങ്ങളെ. ലോകത്തെ വൻകിട രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും സെലിബ്രിറ്റികളുടെയും ക്രിമിനൽ പ്രവർത്തനങ്ങൾ
ലോകത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബാലലൈംഗിക കുറ്റകൃത്യങ്ങളും അതിനേക്കാളൊക്കെ ഭീകരമായ പൈശാചികമായ കുറ്റകൃത്യങ്ങളുടേതായ വലിയ പട്ടികകൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മാന്യനായി നടന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഈ മഹാൻ എന്നാളുകൾ ചോദിക്കുന്ന രീതിയിൽ, ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയിൽ എഫ്സ്റ്റീൻ ഫയലുകൾ പ്രത്യക്ഷപ്പെട്ട പുതിയ കാലത്താണ് സഹോദരങ്ങളെ നമ്മൾ ആത്മീയതയെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച്, ആത്മനിയന്ത്രണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആത്മീയത ഏറ്റവും അധികം പ്രസക്തമായ കാലമാണ് പുതിയ കാലം. അതുകൊണ്ട് റമദാൻ പോലുള്ള അവസരങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് അതങ്ങ് അറമാറിച്ച് കളയാം എന്ന് തീരുമാനിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുങ്ങാനുള്ള ദിവസങ്ങളാണ്. നമുക്ക് സജ്ജമാവാൻ, നമുക്ക് ഒരുങ്ങാൻ വേണ്ടത്ര ദിവസങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ മനസ്സ് വെച്ചാൽ നമുക്ക് ഒരുങ്ങാൻ കഴിയും എന്നുള്ളതാണ്. റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? റമദാനിലൂടെ നമ്മുടെ കർമ്മങ്ങളെ, ജീവിതത്തെ നമ്മൾ ചൈതന്യവത്താക്കുകയാണ്. ഒരു പാത്രത്തിൽ ശുദ്ധമായ ജലം നിറയ്ക്കുന്നതിൻ്റെ മുന്നോടിയായി ആ പാത്രത്തിലെ മലിനജലം ഒഴിവാക്കണം. മലിനജലം ഒഴിവാക്കാതെ അതിൽ ശുദ്ധജലം നിറച്ചാൽ വെള്ളം മൊത്തത്തിൽ വെള്ളം മലിനമായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് മലിനജലം ഒഴിവാക്കി ആ പാത്രം നന്നായി കഴുകി വൃത്തിയാക്കണം. അതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സ്. മനുഷ്യരെന്ന നിലയ്ക്ക് പല ബലഹീനതകളും പല വീഴ്ചകളും നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. നമ്മുടെ മനസ്സിൽ നിന്ന് അസൂയ, അഹങ്കാരം, ലോകമാന്യം, കാപട്യം, എല്ലാ ദുശ്ശീലങ്ങളും ദുർബോധങ്ങളും തീർച്ചയായിട്ടും അതൊഴിവാക്കണം. പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ ആ മനസ്സിലേക്ക് ചൈതന്യവത്തായ റമദാൻ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിത ഹൃദയവുമായി, സുരക്ഷിതമായ മനസ്സുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ആളുണ്ടല്ലോ, അയാളുടെ കർമ്മങ്ങളാ പടച്ചോൻ സ്വീകരിക്കുക. പരസ്പരം തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകൾ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നില്ല. അതുകൊണ്ട് നമുക്കിടയിലുള്ള ബന്ധങ്ങൾ നന്നാക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ചുകൊണ്ട് ആ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ള പരിശ്രമം. അതാണ് സഹോദരങ്ങളെ റമദാനിന് വേണ്ടിയുള്ള തയ്യാറാകൽ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തയ്യാറായിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുവാൻ ജഗന്നിയന്താവായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഹാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ മസ്ജിദിൻ്റെ വികസനം താൽക്കാലികമായിട്ട് റമളാൻ്റെ മുന്നോടിയായിട്ട് നിർത്തിവെക്കും. ഇൻഷാ അല്ലാഹ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മസ്ജിദിൻ്റെ വികസന പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കും. പക്ഷേ അത് താൽക്കാലികമായിട്ടുള്ള അവസാനിപ്പിക്കലാണ് എന്ന് മനസ്സിലാക്കുക.
മനസ്സിലാക്കണം, ആളുകൾ സംഭാവനകൾ അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ സംഭാവനകൾ വീണ്ടും സംഭാവനകളുമായിട്ട് അവർ മുന്നോട്ട് വരേണ്ടതുണ്ട്. ധാരാളം കാര്യങ്ങൾ മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ബോധം, ആ ഒരു ചിന്ത ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ധാരാളം കാര്യങ്ങൾ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആ ഒരു മനസ്സോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു തആല നമ്മുടെ സംഭാവനകൾ എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, അർപ്പിക്കുന്നത്, ആ ഉദ്ദേശങ്ങളെ, ആ ലക്ഷ്യങ്ങളെ മുഴുവൻ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളെയും അല്ലാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കൊടുക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും അല്ലാഹു പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. തഖ്വയും ഈമാനും അവർക്ക് അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല ഒരുക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇണകൾക്കിടയിൽ അല്ലാഹു പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ എല്ലാവിധ അവശതകളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നമ്മുടെ പെരടികൾ അല്ലാഹു വിമോചിപ്പിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഗസ്സയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും നീ പിന്തുണയ്ക്കണമേ റബ്ബേ. നീ ശക്തിപ്പെടുത്തേണമേ റബ്ബേ. ഖുദ്സിന് നീ സമ്പൂർണ്ണമായ വിമോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചവനെ, ആരോഗ്യത്തോടുകൂടി റമദാനിൽ പ്രവേശിക്കുവാനും റമദാനിൽ ചൈതന്യവത്തായ വ്രതമനുഷ്ഠിക്കുവാനും ഖുർആൻ പാരായണത്തോടെ, ദാനധർമ്മങ്ങളോടെ, അതുപോലെ തന്നെ മറ്റു സുഹൃതങ്ങളോടെ റമദാനെ പൂർണ്ണമായിട്ടും ആത്മീയമായി അലങ്കരിക്കുവാനും പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. റമദാനെ ദുരുപയോഗപ്പെടുത്തുന്നവരിൽ, അതല്ലെങ്കിൽ റമദാനിൽ പ്രയോജനം നേടിയെടുക്കാത്തവരിൽ, ആത്മീയമായി വളരാത്തവരിൽ പടച്ചവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല നാഥ. പടച്ചവനെ, റമദാനും ഖുർആനുമെല്ലാം നാളെ ഞങ്ങൾക്ക് ശുപാർശ പറയുന്ന അവസ്ഥയും സാഹചര്യവും ഉണ്ടാക്കണമേ നാഥ. അല്ലാഹുമ്മ റദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.